നിങ്ങൾ വന്ന് കണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണ് എന്നെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ 3-ാം വർഷമായപ്പോൾ തന്നെ കായയായി. എല്ലാ പണികളും അവർ ഫ്രണ്ട്സ് 3 ആളോട് തന്നെയാണ് ചെയ്തത്. ചെക്കന്മാർ വന്നിട്ട് ആരംഭശൂരത്തെ ഉള്ളൂ, കുഴിക്ക് കുറച്ചുകൂടെ വിസ്താരം കൂടുതലായിരിക്കും. എല്ലാ ഫ്രണ്ട്സിൻ്റെ ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. കിട്ടിയ തൈൻ്റെ ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിരുന്നു. ഇവിടെ ശല്യം ഉള്ളതുകൊണ്ട് എല്ലുപൊടി ഉപയോഗിക്കാൻ പറ്റിയില്ല. നമുക്ക് ഈ സ്പൂൺ ഫീഡ് ചെയ്തിരുന്ന പരിപാടി ഒന്നും ഇവർക്കില്ല. അപ്പോൾ ആ ടൈം ഒരു പ്രൊഡക്റ്റീവായി ഒരു ക്വാളിറ്റി ടൈമാക്കി മാറ്റണം എന്ന് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് കൊണ്ടുവരണം എന്നുള്ളൊരു ഐഡിയ ആദ്യം ഉണ്ടായിരുന്നു. കണ്ട് 3 വർഷമായപ്പോൾ തന്നെ 3 ആളോട് പ്രോജക്റ്റ് കൊണ്ടുവരണം. വിസ്താരം കൂടുതൽ എല്ലുപൊടി ഉപയോഗിക്കാൻ പറ്റിയില്ല. നമസ്കാരം, എൻ്റെ പേര് ശ്രീരാജ്, ഇത് അക്ഷയ്, മിഥിലേഷ്. ഞങ്ങൾ കോഴിക്കോട് സ്വദേശികളാണ്. ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിലാണ്, അതുകൂടെ ഞങ്ങൾക്ക് പാർട്ണർഷിപ്പിൽ ഒരു മീഡിയ പ്രൊഡക്ഷൻ ഉണ്ട്. അക്ഷയ് ആണെങ്കിൽ മെഡിക്കൽ ഫീൽഡിലാണ്, ഡോൺ ആണെങ്കിൽ ഗാരേജും പിന്നെ ഈ പറഞ്ഞ പോലെ പെയിൻറ്റിങ്ങിൻ്റെ കോൺട്രാക്ട് എടുത്ത് നടക്കലൊക്കെയാണ്. അപ്പോൾ 3 പേരും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളാണ്. അപ്പം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ വീക്കെൻഡ്സിലും ഫ്രീ ടൈമിലൊക്കെ ഗ്യാദർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ടൈം ഒരു പ്രൊഡക്റ്റീവായി ഒരു ക്വാളിറ്റി ടൈമാക്കി മാറ്റണം എന്ന് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് കൊണ്ടുവരണം എന്നുള്ളൊരു ഐഡിയ ആദ്യം ഉണ്ടായിരുന്നു. അപ്പം ആദ്യം ഇപ്പോൾ ഡോണ് മൊയൽ ഫാം അങ്ങനെ കുറേ പ്ലാൻസ് ഒക്കെ കൊണ്ടുവന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അക്ഷയാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് കൂമ്പക്കലിലെ വീഡിയോൻ്റെ ലിങ്ക് അയച്ചിരുന്നത്. അങ്ങനെ ഞാനും ഇതും കൂടെ ഇരുന്ന് കാണുന്നു. അങ്ങനെ കണ്ട് ഇതാണ് നമ്മുടെ പരിപാടി എന്ന് ഞങ്ങൾ ഫിക്സ് ചെയ്യുന്നു. ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്തത് വേണ്ട സ്ഥലമായിരുന്നു. ഇപ്പം ഞങ്ങൾ ഇത് ചെയ്തിട്ടുള്ളത് എൻ്റെ തറവാട് വീടിന് ചുറ്റുമുള്ള 1 ഏക്കറിലാണ് ഈ പോസ്റ്റുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഏകദേശം 250 പോസ്റ്റുകളാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇവിടെ വീട്ടിൽ വന്ന് പറയുമ്പോൾ എല്ലാവരുടെ വീട്ടിൽ നിന്നും നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. ഇത് കോഴിക്കോട് ജില്ലയിൽ ചാത്തമംഗലം പഞ്ചായത്തിൽ പൂളക്കോട് എന്ന് പറഞ്ഞ പ്രദേശത്താണ്. എൻ്റെ മകൻ ശ്രീരാജും അവൻ്റെ ഫ്രണ്ട്സായ മിഥിലേഷ്, അക്ഷയ് ഒരു വീഡിയോ ഉണ്ടെന്ന് എന്നെ കാണിച്ചു തന്നു. അതിപ്പോൾ അതിനകത്ത് ഈ കുരുമുളക് കൃഷിനെ പറ്റിയുള്ള വിവരണങ്ങളൊക്കെ ഇട്ട് അപ്പോൾ അവർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് അവർ ഇതൊക്കെ കാണിച്ചു തന്നപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. അങ്ങനെ ഞാൻ ഇവരോട് ഇവിടെ അത് ചെയ്ത് നോക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഇതിൻ്റെ എല്ലാ പണികളും കുഴി കുത്തുന്നത് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പണികളും അവർ ഫ്രണ്ട്സ് 3 ആളോട് തന്നെയാണ് ചെയ്തത്. എൻ്റെ തറവാടിനോട് ചേർന്നുള്ള ഒരു മിശ്രവിളത്തോട്ടാണ്. ഇവിടെ കവുങ്ങ്, തെങ്ങ്, മാവ്, പ്ലാവ് ഇങ്ങനെ എല്ലാ ഫലവൃക്ഷങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ആ സ്ഥലത്താണ് ഇവർ ഇത് ചെയ്ത് ഇങ്ങനെ സ്ഥലം മാറ്റിയെടുത്തത്. ഞങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കൂമ്പക്കൽ മാനേജ്മെൻറ്റിനെ വിളിക്കുന്ന സമയത്ത് അവർ ഞങ്ങളടുത്ത് ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളാദ്യം ഞങ്ങൾ ഇന്നാണ് പരിപാടി, ഞങ്ങൾക്ക് ഇന്ന ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് ഞങ്ങൾ ചെയ്യാൻ വന്നിട്ടുള്ളത്, ഇങ്ങനെയാണ് ഞങ്ങളുടെ പ്ലാനുകൾ എന്നുള്ള അവരോട് ഡിസ്കസ് ചെയ്തപ്പോൾ ഞങ്ങളോട് അവരാദ്യം പറഞ്ഞത് നിങ്ങൾ ആദ്യം ഇവിടെ വന്ന് പരിപാടികളൊക്കെ ഒന്ന് കാണുക, ഞങ്ങളോട് നമുക്ക് ഒന്ന് സംസാരിച്ച ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചെന്താ വെച്ചാൽ 3 ചെക്കന്മാർ വന്നിട്ട് ആരംഭശൂരത്തെ ഉള്ളൂ എന്നുള്ള രീതിയിൽ അവർ കണ്ടതാണോ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ എന്താ പറയുക കോൺഫിഡൻ്റ് ആണ്, ഞങ്ങൾ മുന്നോട്ടാണെന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ബുക്കിംഗ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ അവരുടെ ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഈരാറ്റുപേട്ട ഞങ്ങൾ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു വർക്ക്ഷോപ്പ് എന്നുള്ള മൂഡല്ല ഞങ്ങൾക്ക്. അതായത് ഓൾറെഡി നമ്മുടെ ഈ ഫീൽഡിലുള്ള ഒരു ഫ്രണ്ടിനോട് നമ്മൾ സംസാരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടിയത്. അതായത് അവിടെ തന്നെ വെറൈറ്റി ഇപ്പോൾ PVC-യിലായാലും കോൺക്രീറ്റ് പോസ്റ്റിലായാലും അവിടെ തന്നെ മരങ്ങളിലായാലും അവർ ചെയ്ത എന്താ പറയുക മോഡൽസ് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഓരോ ഇത് ചെയ്യുമ്പോഴും അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു പിടുത്തം നമ്മൾ ഒരു ജസ്റ്റ് ഒരു വാക്ക് റൗണ്ട് നടന്നു വന്നപ്പോഴേക്കും നമുക്ക് കാര്യങ്ങൾ പിടുത്തം കിട്ടിയിട്ടുണ്ട്. 2004 വിഷു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റിൻ്റെ പരിപാടികൾക്ക് ഇറങ്ങുന്നത്. അത് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉദ്ദേശം പോലെ തന്നെ ഞങ്ങളുടെ ഫ്രീ ടൈം നോക്കിയിട്ട് ഞങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്ന ആ ടൈമിൽ മാത്രമാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റിലേക്ക് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഒരു ജൂലൈയോട് കൂടിയാണ് കൂമ്പക്കലിലേക്ക് വിളിച്ച് ഞങ്ങൾ തൈ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 മാസത്തെ വെയിറ്റിംഗ് പീരീഡ് പറഞ്ഞു. അപ്പോൾ ആ ടൈമിനുള്ളിൽ നമ്മളിത് പ്രോജക്റ്റ് മൊത്തം സെറ്റാക്കി എടുക്കാന്നുള്ള ഒരു ടൈം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ പതുക്കെയാണ് ഓരോ കാര്യങ്ങൾ ഞങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന സമയത്ത് നോക്കി ഞങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ ഈ ടൈം ഇവിടെ പ്രോജക്റ്റ് സെറ്റ് ചെയ്തിരുന്നത്.
അങ്ങനെ ഏകദേശം ഒരു 10 മാസത്തെ വെയിറ്റിംഗ് പീരീഡ് പറഞ്ഞു. അങ്ങനെ ഒരു ആഗസ്റ്റോട് കൂടി പോസ്റ്റിന്റെ ഇൻസ്റ്റാളേഷൻ വർക്കുകൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഓഗസ്റ്റ് പകുതിയോടുകൂടിയാണ് ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ആദ്യം കുഴി ഡയറക്റ്റ് ഞങ്ങൾ തന്നെ എടുക്കാമെന്നുള്ള തീരുമാനത്തിലായിരുന്നു. പിന്നെ അത് മാറി ഞങ്ങൾ ഇറ്റാച്ചിയിലേക്ക് മാറി. കാരണം വെച്ചാൽ ഞങ്ങളെ കൊണ്ട് നടക്കൂല. കാരണം വെച്ചാൽ അത്രയും ടൈം എടുക്കും നമ്മൾ കുഴിച്ച് തീർക്കുകയാണെങ്കിൽ. പിന്നെ ഇറ്റാച്ചിയിൽ കുഴിയെടുത്ത് തുടങ്ങി. ഇറ്റാച്ചിയിൽ കുഴിയെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ കുഴിക്ക് കുറച്ചുകൂടെ വിസ്താരം കൂടുതലായിരിക്കും. എന്നാലും കുഴപ്പമില്ല, ബാക്കി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് 2 അടി ആഴത്തിലും 2 അടി വീതിയിലുമാണ് നമ്മൾ കുഴിയെടുത്തത്. പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെ ബോക്സ് വെച്ചിട്ട് പോസ്റ്റ് ഇറക്കി. 4 kg 4 ഇഞ്ച് പൈപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. 5 മീറ്ററാണ് പൈപ്പ് വരുന്നത്. ഈ 5 മീറ്ററിൻ്റെ പകുതിയെ കട്ട് ചെയ്തിട്ട് ബാക്കി പകുതി ഇനി 4 മാസം കൊണ്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുള്ളൂ. ഇതിപ്പോൾ തൽക്കാലം 2.5 മീറ്ററാണുള്ളത്. ഇതിൽ ISI മാർക്കുള്ള പൈപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. ഇതിൽ പിന്നെ ഇൻസ്റ്റാളേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അടിയിലൊരു ചെറിയൊരു ബോക്സ് അടിച്ചിട്ട് നമ്മൾ കമ്പി ക്രോസ് ഇട്ടിട്ട് അടിയിൽ കോൺക്രീറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ആടിപ്പോണ്ടിരിക്കുക. പിന്നെ ഏകദേശം 4 അടിയോളം കോൺക്രീറ്റിൽ ഫില്ലിങ്ങും ചെയ്യുന്നുണ്ട്. അവിടെ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഹോൾ ഇടുന്നുണ്ട്. ഇത് കാറ്റൊന്നും പിടിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. നമ്മൾ ബോക്സ് വാർത്ത് കഴിഞ്ഞിട്ട് അത് പിന്നെ ഉണങ്ങി സെറ്റായതിനു ശേഷം നമ്മൾ കുറച്ച് മണ്ണിട്ടിട്ട് പിന്നെ മണ്ണിൻ്റെ pH ലെവൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുമ്മായം ഫുള്ള് ചുറ്റുഭാഗവും വെതറും. അത് കഴിഞ്ഞ് പിന്നെ 10 ദിവസം നമ്മൾ പിന്നെ അതിലേക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പിന്നെ 10 ദിവസം കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടികളിലേക്ക് കിടക്കേണ്ടത്. പത്ത് ദിവസത്തെ കുമ്മായത്തിന് ശേഷം ഞങ്ങൾ മണ്ണിലേക്ക് വളപ്രയോഗം നടത്തി. അതിൽ ആദ്യമായി ഒരു കൊട്ട ചാണകം, പിന്നെ ഇവിടെ പന്നിയുടെ ശല്യം ഉള്ളതുകൊണ്ട് എല്ലുപൊടി ഉപയോഗിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് രാജ് ഫോഴ്സാണ് ഉപയോഗിച്ചത്. പിന്നെ അത് മണ്ണ് ഫില്ല് ചെയ്തതിന് ശേഷം ഓരോ ലെയറായിട്ടാണ് ഇട്ടത്. ആദ്യം ചാണകം, അതിന് മുകളിൽ മണ്ണ്, അങ്ങനെ ഓരോ ലെയർ. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോരോ ലെയറായിട്ട് ഇട്ടത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ വേപ്പിൻ പിണ്ണാക്ക് വെതറി ക്ലോസ് ചെയ്തു. ഞാൻ ഗോപിതാക്ഷൻ, മണാശ്ശേരിയാണ് വീട്. റെയിൽവേയിൽ സ്റ്റേഷൻ സൂപ്രണ്ടായിരുന്നു. 2000 റിട്ടയർ ചെയ്തു. അതിനുശേഷമാണ് ഈ കുരുമുളക് കൃഷിയിലേക്ക് ഞാൻ ആകർഷണമാവുന്നത്. അപ്പം ഇത് ഈ കുമ്പുക്കലിനെ പറ്റി ഞാൻ യൂട്യൂബ് കയറി ഒരുപാട് പഠിക്കുകയും കാണുകയൊക്കെ ചെയ്ത ശേഷം അവിടെ കാഞ്ഞിരപ്പള്ളിയിൽ അവരുടെ നഴ്സറി പോയി അവിടെ നിന്നും കുറച്ച് തൈകൾ വാങ്ങി കൊണ്ടുവന്ന് വെച്ച് 3-ാം വർഷമായപ്പോൾ തന്നെ കായയായി. 4-ാം വർഷത്തേക്ക് ഇപ്പം 4 വർഷമായി. 4 വർഷം കഴിയുമ്പോൾ അത്യാവശ്യം ഈൽഡ് കിട്ടുന്നുണ്ട്. രാജേന്ദ്രൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ സുഹൃത്താണ്. ഞങ്ങളൊന്നിച്ച് ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അങ്ങനെ ഈ കുരുമുളക് കൃഷിയെ പറ്റി പറഞ്ഞ സമയത്ത് മക്കൾ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നുണ്ട്. അതിനുശേഷം എൻ്റെ ആ 21 പോസ്റ്റിൽ വന്ന് അവർ കാണുകയും അവർക്ക് ഏതാണ്ട് തൃപ്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കുമ്പുക്കലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മണിപ്പിടുത്തം, പൊള്ളില്ല. ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ നന്നായിട്ടുണ്ടാവും. നല്ല ഈൽഡും കിട്ടുന്ന ഒരു വെറൈറ്റി കുരുമുളകാണ് കുമ്പുക്കൽ. അപ്പം നമ്മളൊരു ഡൗട്ട് ചോദിച്ച് വിളിക്കുകയാണെങ്കിൽ, മാനേജ്മെൻറ്റിലേക്ക് കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ ഇന്നതാണ്, ഞങ്ങൾ ഇന്ന സ്റ്റേജിലാണുള്ളത്, അടുത്ത സ്റ്റേജിലേക്ക് ഞങ്ങൾ മൂവ് ചെയ്യാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേജ് എന്താണെന്നുള്ള A to Z കാര്യങ്ങൾ അവർ പറഞ്ഞു. പിന്നെ നമുക്ക് അതിലേക്ക് ഒരു ഡൗട്ടിന് എന്താ ചെയ്യാന്ന് പറഞ്ഞ് കോൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ വന്നിട്ടില്ല. എന്നിട്ടും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വന്നുമ്പോൾ നമ്മളായിട്ട് കറക്റ്റ് ടൈമിൽ അവർ കോൾ എടുക്കുകയും അതിനുള്ള സൊല്യൂഷൻസ്, ഇപ്പം വീഡിയോസ് ഞങ്ങളോട് ഇന്നൊരു പ്രോസസ്സിലാണ് ഞങ്ങളുള്ളത് പറഞ്ഞപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തയക്കും എന്ന് പറഞ്ഞാൽ അത് അവർ കണ്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്തുകൊണ്ടും ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഒരു നേച്ചറായിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ജൂലൈയിലാണല്ലോ ബുക്ക് ചെയ്തത്. 10 മാസത്തോളം എടുത്തിട്ടുണ്ട് ബുക്കിംഗ് ടൈം പറഞ്ഞത്. ആ ടൈം കൊണ്ട് നമുക്ക് ഇവിടെ പണി തീർക്കാൻ പറ്റില്ല. കുറച്ചുകൂടെ ഡിലേ ആയി ഞങ്ങളെ പണികൾ കഴിയാൻ. അപ്പോൾ ഇത് ഞങ്ങളോട് ഭയങ്കരമായിട്ട് സഹകരിച്ച് ആ സമയത്തുള്ള ബുക്കിംഗ് അവർ മാറ്റിയിട്ട് അടുത്ത സ്ലോട്ട് ഞങ്ങൾക്ക് സെറ്റ് ചെയ്ത് തന്നു. ലേറ്റ് ആയെങ്കിലും നമ്മളെ കിട്ടിയ തൈൻ്റെ ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിരുന്നു. കവർ കീറിയൊക്കെ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ വേര് ഫുൾ അടിയിലേക്ക് പിടിച്ചിട്ടുണ്ട്. പിന്നെ അവരായിട്ടുള്ള ബന്ധം ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അതുകൊണ്ട് നമ്മളെല്ലാം കൊണ്ടും ഓക്കെയാണ്. ഈ ബന്ധത്തിൻ്റെ ഇത് പറഞ്ഞപ്പോൾ തന്നെ അവരുടെ ഒരു നേച്ചർ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. നിങ്ങൾ വന്ന് കണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണ് എന്നെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്ത്, അല്ലാതെ ഈ പറഞ്ഞ പോലെ ഇത്ര തൈ ഞങ്ങൾക്ക് തന്നു വിടാനില്ല നിങ്ങളുടെ കയ്യിൽ. അത് ലൈക്ക് ഒരു ഈ പറഞ്ഞ പോലെ ഓരോ സ്റ്റെപ്പുകൾ നമുക്ക് ഈ സ്പൂൺ ഫീഡ് ചെയ്തിരുന്ന പരിപാടി ഒന്നും ഇവർക്കില്ല. നമ്മൾ വരിക, കാണുക, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇറങ്ങുക, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ ചെയ്തു തരും. അപ്പോൾ ആ ഒരു നേച്ചർ, നമ്മുടെ ഇൻട്രസ്റ്റും അവരുടെ സപ്പോർട്ടും കൂടി ചേർന്നിട്ട് ഒരു എല്ലാവരും കൂടി ചേർന്നൊരു പ്രോസസ്സാണിത്. അപ്പം അത് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇതിൽ നമ്മളെ ഫ്രണ്ട്സിന്റെ കട്ട സപ്പോർട്ട്, എല്ലാവിധ സപ്പോർട്ടും എല്ലാവരും ചെയ്തിട്ടുണ്ട്. അവരാൽ കഴിയുന്ന വിധം ഇപ്പൊ ലീവ് കിട്ടുന്ന അനുസരിച്ച് സാറ്റർഡേ സൺഡേ എല്ലാവരും വന്ന് ഞങ്ങൾ പറയുന്ന ടൈമിങ്ങിൽ ഞങ്ങളെ കൂടെ വന്ന്, ഇപ്പോൾ ദൂരെ നിന്ന് വരുന്നവരുണ്ട്, അവരെല്ലാവരും വന്ന് അവരാൽ കഴിയുന്ന ടൈമിൽ ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് അവരെല്ലാവരും ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഞങ്ങൾക്ക് തൈ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനിയാണ് നെക്സ്റ്റ് സ്റ്റേജ്. ഇത് വെച്ച് കഴിഞ്ഞ് ഇതിൻ്റെ മെയിൻ്റനൻസും പരിപാടികളും ഒക്കെയാണ് ഇനി വരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഞങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അപ്പം ഇനിയും അത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് ഞങ്ങൾക്ക് ഒരു 2 കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് കാണിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും കുമ്പക്കൽ മാനേജ്മെൻറ്റിന് ഞങ്ങളുടെ വലിയൊരു താങ്ക്സ്. ഞങ്ങളുടെ ഡിലേസും കാര്യങ്ങളും ഞങ്ങളെ ഈ പറഞ്ഞ വെറുപ്പിച്ചിട്ട് ഞങ്ങളെ നല്ല രീതിയിൽ അനിയന്മാരെ പോലെ കണ്ട് സപ്പോർട്ട് ചെയ്തതിന്, എന്ത് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് അതിൻ്റെതായ രീതിയിൽ ക്ലിയർ ചെയ്തതിന് ഭയങ്കര താങ്ക്സ്.